नमो ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 29. രാസക്രീഡ പ്രാരംഭം. പേജ് നമ്പർ 282. പ്രിയപ്പെട്ട കൃഷ്ണ, സ്ത്രീകളെന്ന നിലയ്ക്ക് കുടുംബകാര്യങ്ങളിൽ നിരതരായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം തികച്ചും സംതൃപ്തമാണ്. പക്ഷേ ഞങ്ങളുടെ ഹൃദയം അങ്ങ് മോഷ്ടിച്ചെടുത്തിരിക്കുന്നു. അവയെ ഇനിയൊരിക്കലും ഗൃഹകാര്യങ്ങളിൽ ഏർപ്പെടുത്താൻ ഞങ്ങൾക്കാവില്ല. അതിനും പുറമെ വീട്ടിലേക്കു മടങ്ങാനുള്ള അങ്ങയുടെ ആവർത്തിച്ചുള്ള നിർദ്ദേശം തികച്ചും യുക്തമാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഞങ്ങളിവിടെ സ്തബ്ധരായിപ്പോയി. അവിടുത്തെ പാതാരവിന്ദങ്ങൾ വിട്ടു ഒരടി മുന്നോട്ടു നീങ്ങാൻ ഞങ്ങളുടെ കാലുകൾക്ക് ശക്തിയില്ല. അതിനാൽ അങ്ങയുടെ നിർദ്ദേശമനുസരിച്ചു വീട്ടിലേക്കു പോയാൽ തന്നെ അവിടെ ഞങ്ങൾ എന്തു ചെയ്യും? അങ്ങില്ലാതെ എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള ശക്തി ഞങ്ങൾക്കു നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളെന്ന നിലയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ വീട്ടുകാര്യങ്ങളിൽ നിരതമാക്കാനാവുന്നില്ല. പകരം അവയിൽ ഇപ്പോൾ നിരന്തരം കത്തി നിൽക്കുന്ന മറ്റൊരു തരം കാമം വളർന്നിരിക്കുകയാണ്. അതിനാൽ പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങയുടെ സുന്ദരമായ മന്ദഹാസം കൊണ്ടും മധുരഭാഷണങ്ങൾ കൊണ്ടും ആ അഗ്നി ശമിപ്പിക്കാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങതിനു തയ്യാറല്ലെങ്കിൽ ഈ വിരഹത്തീയിൽ ഞങ്ങൾ എരിഞ്ഞു ചാമ്പലായിപ്പോകും. അങ്ങനെ വന്നാൽ അങ്ങയെയും അങ്ങയുടെ ഗുണവിശേഷങ്ങളെയും നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കീ ദേഹം വെടിയേണ്ടി വരും. അങ്ങനെ അടുത്ത ജന്മത്തിലെങ്കിലും അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ തന്നെ കഴിഞ്ഞുകൂടാൻ സാധിക്കുമല്ലോ. പ്രിയപ്പെട്ട കൃഷ്ണ, ഞങ്ങൾ വീട്ടിൽ മടങ്ങിയെത്തിയാൽ ഭർത്താക്കന്മാർ ഞങ്ങളുടെ ഹൃദയത്തിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാമാഗ്നി ശമിപ്പിച്ചു തരുമെന്നാണു പറയുന്നതെങ്കിൽ ഇനിമേൽ അതു സാധ്യമാകില്ലെന്നു മാത്രമേ ഞങ്ങൾക്കു പറയാനുള്ളൂ. വനത്തിൽ വച്ചു ഞങ്ങളെ അനുഭവിക്കാനുള്ള ഒരവസരം അങ്ങു ഞങ്ങൾക്കു തന്നു. ഞങ്ങളുടെ മാറിടം അങ്ങു തഴുകുകയും ചെയ്തു. അങ്ങനെ വൈകുണ്ഠലോകങ്ങളിൽ അങ്ങു നിത്യം അനുഭവിക്കുന്ന ഭാഗ്യദേവതകളെപ്പോലെ ഞങ്ങളും അനുഗ്രഹീതരായിരിക്കുന്നു. എന്നും ആ സ്പർശനം ഞങ്ങൾക്കാശ്വാസമരുളി. ഈ അതീന്ദ്രിയാനന്ദത്തിൻ്റെ രുചി അനുഭവിച്ചതിനാൽ ഞങ്ങളുടെ കാമം ശമിപ്പിക്കാൻ അങ്ങയെയല്ലാതെ മറ്റാരെയും സമീപിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. പ്രിയപ്പെട്ട കൃഷ്ണ, വൈകുണ്ഠലോകങ്ങളിൽ ഭാഗ്യദേവത സദാ അങ്ങയുടെ മാറിടത്തിലാണ് വിശ്രമം കൊള്ളുന്നത്. എന്നിരിക്കലും ദേവതമാർ നിരന്തരം ഭാഗ്യദേവതയുടെ പാതാരവിന്ദങ്ങളെ ഭജിക്കുന്നു. എപ്പോഴും തുളസീദളങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ അഭയം നേടാൻ
ലക്ഷ്മി ദേവി എത്ര തീവ്രമായ തപോനുഷ്ഠാനങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നറിയില്ല. അവിടുത്തെ ഭൃത്യജനങ്ങൾക്കു യുക്തമായ അഭയസ്ഥാനം ആ പാതാരവിന്ദങ്ങളാണ്. അവിടുത്തെ മാറിടത്തിൽ കഴിയുന്നതിനു പകരം ഭാഗ്യദേവത താഴെ ഇറങ്ങി വന്ന് ആ പാതാരവിന്ദങ്ങളെ ഭജിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആ പാദരേണുക്കളിൽ സ്വയം സമർപ്പിക്കുകയാണ്. ഞങ്ങളെ തിരസ്കരിക്കരുതേ. ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിതാത്മാക്കളാണ്. ഹരേ കൃഷ്ണ.